നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ വള്ളിപ്പയറും കൊഞ്ചും കൊണ്ടൊരു മെഴുക്ക് പുരട്ടി. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കൊഞ്ച്, പിന്നെ നാടൻ വള്ളിപ്പയർ, കൊച്ചുള്ളി, ചില്ലി ഫ്ലേക്സ്, വെളുത്തുള്ളി ചതച്ചത്, കുരുമുളക് ചതച്ചത്, ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ മെഴുക്ക് പുരട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. നമുക്കിനി വള്ളിപ്പയർ കട്ട് ചെയ്യാം. സാധാരണ വള്ളിപ്പയർ മെഴുക്ക് പുരട്ടിനൊക്കെ ചെയ്യുന്നത് പോലെ ഈ സൈസിൽ കട്ട് ചെയ്ത്, വള്ളിപ്പയർ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ആവശ്യമായിട്ടുള്ളത് കൊച്ചുള്ളിയാണ്. ഇതിനാവശ്യമായിട്ടുള്ള കൊച്ചുള്ളിയും കൂടെ നമുക്ക് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. റൗണ്ടായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കും. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് മെഴുക്ക് പുരട്ട് ഉണ്ടാക്കാം. നമുക്ക് ഒരല്പം എണ്ണ, വെളിച്ചെണ്ണ, ഒരു ചെറിയൊരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വള്ളിപ്പയർ ഇതിലിട്ട് ഈ എണ്ണയിൽ നല്ല ഒന്ന് വഴറ്റിയെടുക്കണം. പയർ മൊത്തം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി ഒരു വേവ് ഉണ്ട് പയറിന്. വള്ളിപ്പയർ അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ക്ലീൻ ചെയ്ത് വച്ചേക്കുന്ന കൊഞ്ച് ഇട്ട് കൊടുക്കാം. 1/2 കിലോ കൊഞ്ചാണ്. കൊഞ്ചും വള്ളിപ്പയറുമായിട്ട് നമുക്ക് ഇതിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്കൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി, ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന കുരുമുളക്, അല്പം നല്ല മിക്സ് ചെയ്ത് എടുക്കണം. ഇത് വേവാൻ വേണ്ടിയിട്ട് ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ കൊഞ്ചിൽ നിന്നൊക്കെ ഇറങ്ങി വന്നേക്കുന്ന വെള്ളമുണ്ട്. എന്നിരുന്നാലും ഒരു 3 സ്പൂണ് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. ഇത് വേവാനായിട്ട് ഒരു 5 മിനിറ്റ് സമയമെടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കി എടുക്കാം. ഇതിനൊരു മസാല കൂട്ട് കൂടെ ഉണ്ട്. ആ മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കൊഞ്ചും വള്ളിപ്പയറും വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മെഴുക്ക് പുരട്ടാനുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ചെറിയ ഉള്ളി, അരിഞ്ഞു വച്ചേക്കുന്ന ഈ ചെറിയ ഉള്ളി അതിലിട്ട് ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിന് ഈ അരിഞ്ഞു വെച്ച ഉള്ളി ഇങ്ങനെ കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സ്പ്ലിറ്റാക്കി എടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഇടികല്ലിലോ അങ്ങനെ എന്തെങ്കിലും ഇടിച്ചെടുത്തിരുന്നാലും നന്നായിരിക്കും. ഉള്ളിക്കകത്തുള്ള നീരൊക്കെ ഒന്ന് ഇറങ്ങി ഫുള്ളൊന്ന് സ്പ്ലിറ്റായി കിട്ടത്തക്ക വിധത്തിൽ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി അതിൽ ഒരു ഇച്ചിരി കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് ഇനി ഒരു വറ്റൽ മുളകും 2ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരിഞ്ഞു വച്ചേക്കുന്ന കൊച്ചുള്ളി മുഴുവനായിട്ട് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അങ്ങനെ വെന്ത് വരേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് വഴഞ്ഞ് വന്നാൽ മാത്രം മതി. അപ്പോഴേക്കും നമുക്ക് ഇതിലാവശ്യമുള്ള ബാക്കി സാധനങ്ങൾ ഇടാം. കുറച്ച് ചതച്ച വെളുത്തുള്ളിയുണ്ട്. ഈ ചതച്ച വെളുത്തുള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക് അതിലിട്ടു. അതും കൂടെ ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വരുമ്പോഴേക്കും ഇതിൽ ചതച്ച വറ്റൽ മുളക്, ഇത് മെയിനായിട്ട് എരിവിന് ഈ ചതച്ച വറ്റൽ മുളകാണ്. ക്രഷ്ഡ് ചില്ലി, ചതച്ച കുരുമുളക്, ഇച്ചിരി മുളക് പൊടി, കുറച്ച് മതി, ഒരു ചെറിയൊരു കളർ വ്യത്യാസം വരാൻ വേണ്ടിയിട്ടാണ്. ഇച്ചിരി മഞ്ഞൾപ്പൊടി,
ഇത്രയും ഇട്ട് നല്ല മിക്സ് ചെയ്ത് എടുക്കണം. ഇനി കൊഞ്ചും പയറും കൂടെ ഇട്ടതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ആ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഏതാണ്ട് ഇതെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആ കൊഞ്ചും പയറും കൂടെ വേവിച്ച് വെച്ചേക്കുന്നത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് ഇതിനെ ഫിനിഷ് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ വേവിച്ച് വെച്ചേക്കുന്ന കൊഞ്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഇതിൽ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശമുണ്ട്. വേവിച്ച് വെച്ചിരുന്നതിന് ബാലൻസ് ഉണ്ടായിരുന്ന വെള്ളവും കൂടെ ഞാൻ ഇതിലൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളവും കൂടെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി ഇതിനെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഇപ്പോൾ ഏകദേശം കൊഞ്ച് വള്ളിപ്പയർ മെഴുക്ക് വരട്ട് റെഡിയായിട്ടുണ്ട്. അതിലുള്ള വെള്ളമെല്ലാം വറ്റി എല്ലാം സെറ്റായി. നമുക്ക് ഈ സെർവിങ് പ്ലേറ്റിലോട്ട് ഇതിനെ കോരി മാറ്റാം. അങ്ങനെ കൊഞ്ച് വള്ളിപ്പയർ മെഴുക്ക് വരട്ടി റെഡിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വള്ളിപ്പയർ കൊഞ്ച് മെഴുക്ക് വരട്ടി റെഡിയായിട്ടുണ്ട്. വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് വള്ളിപ്പയർ കൊഞ്ച് മെഴുക്ക് വരട്ടി. അത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിക്കുക, അതിൻ്റെ അഭിപ്രായം പറയുക. ഇനി അടുത്തൊരു വിഭവമായിട്ട് വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.